അപ്പം വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ടു ടെക് ലയർ. നമ്മുടെ ഈ ഒരു സീരീസിൽ തന്നെ ഇപ്പം ഒരു 8-10 വീഡിയോ ആയിട്ടുണ്ട്. അതായത് ഈ ഫൈനൽ ഇയർ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കോ, എപ്പോഴത്തേക്കും കാണത്തില്ല ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്ന ആരും തന്നെ. സോ നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഒരു ബുക്ക് കണ്ടുപിടിച്ച് ഒരു തിയറി അപ്ലൈ ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു സൈറ്റേഷൻ വരെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡെഡിക്കേറ്റഡ് ഓരോ വീഡിയോ കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നെ ഓർത്ത് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വന്നേക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേർഡിൻ്റെ അകത്തത് ടൈപ്പ് ചെയ്യണം എന്ന് അറിയണം. സോ ഒട്ടും താമസിക്കാതെ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ വേർഡ് ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങളും നിങ്ങളുടെ ലാപ്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കുന്നത്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യുന്നതായിരിക്കുന്നത്. ഫോണിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത്ര എഫിഷ്യൻ്റായിട്ട് കിട്ടത്തില്ല. ഇഷ്ടംപോലെ മിസ്റ്റേക്ക് വരും. ആ മിസ്റ്റേക്കുകൾ വരുന്നതിലല്ല പ്രശ്നം അവിടെ വരുന്നത്, ആ മിസ്റ്റേക്കുകൾ സോൾവ് ചെയ്യുന്നതിലാണ് കുറച്ച് പ്രശ്നം വരുന്നത്. ബാക്കിയെല്ലാം അടിപൊളിയാണ് ഫോണിൽ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് അലൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ, ടൈപ്പൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അലൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ കുറച്ച് പാടാണ്. ഇതുപോലെ നിങ്ങൾ വേർഡ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് കിട്ടും. ഇനി ഇവിടെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യണം. സോ ഞാൻ ടൈപ്പ് ചെയ്യാനല്ല പോകുന്നത്, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ സമയം പോകും. സോ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം ഷോർട്ടാക്കി ഞാൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്താ ടൈപ്പ് ചെയ്യുന്നത്, ബയോഗ്രഫി ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇത് മതി. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ബയോഗ്രഫി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. സോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേജിൽ കയറിയിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബയോഗ്രഫി എടുക്കാം. ഓക്കെ, ഇവിടെ ബയോഗ്രഫി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കാൻ പോവാണ്. അതായത് പകുതി ക്രോമും ബാക്കി പകുതി വേർഡും. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ചെയ്താൽ. ഇനിയിപ്പം നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് അത്രയും കോപ്പി ചെയ്യാം. ഞാൻ ഫസ്റ്റത്തെ ഈ ഒരു ഇത് ഫുള്ളായിട്ട് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പം ഈ മൂന്നാമത്തെ ഓപ്ഷൻ വേണം കൊടുക്കാൻ. ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കല്, സെക്കൻഡത്തെ ഓപ്ഷൻ കൊടുക്കല്, മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു എൻ്റർ അടിച്ചു. പിന്നെ ഈ സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്തു. ഇനി അതിൻ്റെ താഴെ എൻ്റർ അടിച്ച ഒരു പോർഷനെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റർ അടിച്ചു. അടുത്ത പാരഗ്രാഫ് കോപ്പി ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു. പിന്നെ ഇതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. അതിൻ്റെ താഴെ കിടക്കുന്ന വലിയൊരു പാരഗ്രാഫ്, ഓക്കെ, ഈ ഒരു വലിയൊരു പാരഗ്രാഫ് കോപ്പി ചെയ്യാം. ഓക്കെ, ആ പാരഗ്രാഫും കോപ്പി ചെയ്തു. ഇവിടെ എൻ്റർ അടിച്ചിട്ട് അതിൻ്റെ താഴെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ചെറിയ പാരഗ്രാഫും കൂടെ ഉണ്ട്, അതും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പേജിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് മൊത്തം ഈ ഒരു പേജാണ്. ഓക്കെ, ഇത് നമ്മുടെ വേർഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്. സോ ഇപ്പോൾ ഇത് നോക്കിക്കഴിയുവാണെങ്കിൽ ഒരു പേജിലോട്ട് എന്തൊക്കെയോ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച പോലെ ഇല്ലേ, ഇതൊന്ന് ഓർഡർ ചെയ്യണം. അത് നമ്മൾ MLA ഫോർമാറ്റില്ല, അതിൻ്റെ 9th എഡീഷൻ അല്ലെങ്കിൽ 9th വോളിയത്തിൽ പറയുന്ന പോലെ നമുക്കിത് ഫോർമാറ്റ് ചെയ്യാം. അപ്പം ഫസ്റ്റിന് ഞാൻ ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുവാണ്. അപ്പം ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു എൻ്റർ അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. അതിനുവേണ്ടി ചെറിയ സ്പേസ് ഉണ്ടാക്കിയെടുത്തു. ഞാനിവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേര് കൊടുക്കുകയാണ്. നിങ്ങൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടില്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ക്യാഷിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ താങ്ക്സ് ഒക്കെ അറിയിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എനിക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന UPIയിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് അയച്ചു തരാമെന്നാണ്. അതിൻ്റെ തൊട്ട് താഴെ നോട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ എഴുതി അറിയിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുത്ത് പറയുന്നതാണ്. സോ നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഹെഡിങ് അല്ലെ ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്, അത് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഇതിനു മുമ്പ് ഈ ഒരു പേജ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ, ഈ മുകളിലത്തെ പോർഷൻ, ഈ സൈഡിലത്തെ പോർഷൻ, പിന്നെ ഏറ്റവും അടിയിലത്തെ പോർഷൻ, ഇവിടെ എല്ലാ സ്ഥലത്തും ആ ഒരു
സൈസ് വരുന്നത് 1 ഇഞ്ച്. ഇത് കണ്ടോ, ഈ ഒരു സൈഡും ഈ സൈഡും എല്ലാ സൈഡും 1 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ സ്പൈറൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, ഇതിൻ്റെ ഇതുവഴിയായിരിക്കും ആ ഒരു ഹോള് വരുന്നത്. അപ്പം ഇത് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര അടുത്തായി പോകും നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത്. അപ്പം ഇതും 1 ഇഞ്ച് തന്നെ നിൽക്കാം എന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനായിട്ട് 1.5 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ സ്പൈറൽ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് എല്ലാ സൈഡും 1 ഇഞ്ചായി കിട്ടും. അപ്പം അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള മെനുവിനകത്ത് ഫയലുണ്ട്, ഹോമുണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഡ്രോ ഉണ്ട്, ഡിസൈൻ ഉണ്ട്. അതിനകത്ത് അത് കഴിയുവാണെങ്കിൽ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ മാർജിൻ എന്ന് കാണാൻ പറ്റും. മാർജിനിൽ ക്ലിക്ക് ചെയ്യാതെ അതിൻ്റെ താഴെ ചെറിയൊരു ആരോ ഉണ്ട്, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ കുറേ ഓപ്ഷൻസ് ചോദിക്കും. നമ്മൾ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് കസ്റ്റം മാർജിൻ എന്ന് പറയുന്ന ഓപ്ഷനില്ലേ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് എന്നുള്ളിടത്ത് 1 ഇഞ്ച് കൊടുക്കുക. 1 ഇഞ്ച് എന്നുള്ളത് നമ്മളിവിടെ സെൻറ്റിമീറ്റർ കൊടുക്കുമ്പം 3.81 സെൻറ്റിമീറ്ററാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ഇവിടെയായിരുന്നു കിടന്നത്, അത് മാറി കുറച്ചിങ്ങോട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മാർജിൻസിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ലെഫ്റ്റ് മാർജിൻ 1.5 ഇഞ്ചിലോട്ടാക്കി, അല്ലെങ്കിൽ 3.81 സെൻറ്റിമീറ്ററിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ കിടക്കുന്നത് നമ്മൾ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ തിരിച്ച് മെനുവിലോട്ട് വരണം. അതിനായിട്ട് ഈ ഫയലിൻ്റെ അവിടെ ഹോമില്ലേ, ഫയൽ കഴിഞ്ഞിട്ടുള്ള ഹോം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെനുവിലോട്ട് തിരിച്ച് വരും. ഓക്കെ, ഇത് വേറൊരു ഫോണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഫോണ്ട് ഏതാ കിടക്കുന്നതെന്ന്. അത് മാറ്റണം. അതിനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്ത പോലെ, എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൻ്റെ കൺട്രോൾ എന്ന ആ ഒരു കീയിലും എയിലും ഒരുമിച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പം എല്ലാം ഒന്ന് സെലക്ട് ആയി കിട്ടും. ഇത് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുന്നതിന് ഷോർട്ട് കട്ടാണ്. സെലക്ട് ആയി കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഫോൺ ടൈപ്പ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടൈംസ് ന്യൂ റോമൻ എന്ന് ടൈപ്പ് ചെയ്യണം. ടൈം എന്ന് പറയുമ്പോൾ തന്നെ അത് വരും. അവിടെ എൻ്റർ അടിക്കുക. നമ്മുടെ കംപ്ലീറ്റ് ഫോണ്ടും ടൈംസ് ന്യൂ റോമനിലോട്ടായിട്ടുണ്ട്. ഇനി ഫോൺ സൈസ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ 12 ആണ്. അപ്പോൾ അതിനായിട്ട് അതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന കോളമില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഫോൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ആവശ്യം 12 ആണ്. അപ്പം 12 സെലക്ട് ചെയ്യുക. ഓക്കെ, 12 സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഓരോ പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുമ്പും ഇത് കണ്ടോ, നിങ്ങളുടെ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ടാബ് എന്ന് പറയുന്നൊരു കീ, അതിൽ ഒരു തവണ പ്രസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് ഒരു ടാബ്, മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നിടത്ത് ഒരു ടാബ്, നാലാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നിടത്തും അടുത്ത ടാബ്. അങ്ങനെ എവിടെയൊക്കെ പാരഗ്രാഫ് തുടങ്ങുന്നു അവിടെയൊക്കെ ഓരോ ടാബ് വെച്ച് പ്രസ് ചെയ്യുക. ഇപ്പം ഇത് ഇത്ര ആയില്ലേ. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോവാണ് ലൈൻ സ്പേസിങ് എന്ന് പറയും. അതായത് 2 ലൈനുകൾക്കിടെയുള്ള ഒരു സ്പേസാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കൺട്രോളിലും എയിലും ആദ്യം ചെയ്ത പോലെ തന്നെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പം എല്ലാം സെലക്റ്റായി കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും, കുറേ വരയും കുത്തും കോമയൊക്കെ ആയിട്ട്. ഇതിനകത്ത് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ അലൈൻമെൻറ്റ്സ് കാണാൻ പറ്റും. അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, അലൈൻ ജസ്റ്റിഫൈ. അതിനിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറേ ലൈൻസ് ഇട്ടിട്ട് മുകളിലോട്ടും താഴോട്ടും ഒരു ആരോ കൊടുത്തിരിക്കുന്ന സിമ്പൽ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും. ഇതിനകത്ത് ഈ 2 എന്ന് പറയുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഹെഡിങ്. ഓക്കെ, ടെൻഡുൽക്കറിൻ്റെ സ്പെല്ലിങ് തെറ്റാതെ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് ചേർക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ പോകണം നമ്മുടെ ഹെഡിങ്ങിൻ്റെ. അത് സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, നമ്മൾ ആദ്യം എടുത്ത് ഇത് അലൈൻ ലെഫ്റ്റ് ആയിരുന്നു, അതിൻ്റെ ഇപ്പുറത്ത് സെൻറ്റർ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് അത് മാത്രം ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇത് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള ഓരോരുത്തരും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഗൈഡിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഹെഡിങ്ങിന് കൊടുത്തിരിക്കുന്ന സൈസ് 12 ആണ്. ചിലർ പറയും അത് 14 കൊടുക്കാൻ,
ചിലർ പറയും അത് 12 കൊടുത്താൽ മതി, ചിലർ പറയും ഹെഡിങ് ബോൾഡ് ആക്കാൻ, ചിലർ പറയും ഹെഡിങ് ബോൾഡ് ആക്കാണ്ട് അങ്ങനെ തന്നെ ഇടാൻ. അതൊക്കെ നിങ്ങളുടെ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുക. ഞാനിപ്പം ഹെഡിങ് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുവാണ്. ഓക്കെ, ഹെഡിങ് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഹെഡിങ് സെലക്ട് ചെയ്ത് ഇവിടെ ബോൾഡിൻ്റെ ബി ഉണ്ടായിരുന്നു, അതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സെറ്റായി. ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്ന സംഭവം ഓൾമോസ്റ്റ് MLA ഫോർമാറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ 2 പേജില്ലേ, ഇനി ഇതിനൊരു പേജ് നമ്പറും കൂടി ഇടാൻ പഠിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ എടുത്തില്ലായിരുന്നു ഫയല് ഹോം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അകത്ത് ഹോമിന് തൊട്ടിപ്പുറേ കിടപ്പുണ്ട് ഇൻസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെക്ഷനകത്ത് കുറച്ച് കവർ പേജ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സെക്കൻഡ് സെക്ഷൻ ടേബിൾ, പിന്നെ മൂന്നാമത്തെ സെക്ഷനിലോട്ടാണെങ്കിൽ അവിടെ പിക്ചേഴ്സ്, ഷെയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നുമല്ല, പിന്നെ ഓൺലൈൻ വീഡിയോസ് അതുമല്ല, ലിങ്ക്, ബുക്ക് മാർക്ക് അതുമല്ല, കമൻറ്റ് അതുമല്ല. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഹെഡർ ഫോട്ടർ എന്നാണ്, അതിന് തൊട്ടിപ്പുറത്ത് പേജ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് നമ്പർ എവിടെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും പേജിൻ്റെ ടോപ്പിലാണ് കൊടുക്കുന്നത്. അപ്പം അതിലോട്ട് ജസ്റ്റ് ഒന്ന് മൗസ് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കിട്ടും. ഇതിനകത്ത് എവിടെയാണ് വരുന്നതെന്ന് നമ്മളെപ്പോഴും ടോപ്പിൻ്റെ റൈറ്റ് പൊസിഷനിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പം ഇതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. 1 അല്ല 2 അല്ല 3ാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ കിട്ടും. ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ നേരെ താഴെ. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 1 കാണാതെ പോകും. പിന്നെ ഇവിടെ ക്ലോസ് ഹെഡർ ഫൂട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലോസ് കഴിയുമ്പോൾ അത് കിട്ടും. നമ്മൾ ഒരിക്കലും ടൈറ്റിൽ ഇടുന്ന പേജിന് പേജ് നമ്പർ കൊടുക്കത്തില്ല. അപ്പം ഇവിടെ പേജ് നമ്പറിൻ്റെ ആവശ്യമില്ല, അവിടെ 1 എന്നുള്ള പോയി. അപ്പോൾ താഴോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ 2 കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ താഴെ പേജ് ഉണ്ടെങ്കിൽ അത് 3 കിടക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം ഈ ഒരു ടൈറ്റിൽ വരുന്ന പേജ് അങ്ങോട്ട് ഒഴിവായി കിട്ടും. സപ്പോസ് നിങ്ങൾക്ക് ഈ പേജ് ഇത് നിങ്ങളുടെ ഒരു സെക്കൻഡ് ചാപ്റ്ററാണെന്ന് വെച്ചോ. സെക്കൻഡ് ചാപ്റ്റർ ആയപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ 15 പേജുണ്ട്, ഇത് 16 തൊട്ട് തുടങ്ങിയാൽ മതി എന്നാണെങ്കിൽ വീണ്ടും ഇൻസേർട്ടിൽ പോവുക. അതിൻ്റെ അകത്ത് പേജ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പിന്നെ എടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെ വരുമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് പേജ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എവിടെ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 15 പേജ് മറ്റേതിലുണ്ടെങ്കിൽ ഇവിടെ 16 തൊട്ടാണെങ്കിൽ ഇവിടെ 16 എന്ന് കൊടുക്കുക, സ്റ്റാർട്ട്സ് എന്നുള്ളത്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ പേജ് നമ്പറിന് ആവശ്യമില്ലല്ലോ ടൈറ്റിൽ വരുന്നത്. അതിൻ്റെ താഴോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 17 എന്ന് കാണാൻ പറ്റും. 16ാമത്തെ പേജാണ് ഇത്, 17ാമത്തെ പേജ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ വേർഡ് ഫയലിൻ്റെ അകത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോജക്റ്റും ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ ചാപ്റ്റർ 1 ഒരു ഫയലായിട്ട് ചെയ്യുക, ചാപ്റ്റർ 2 അടുത്ത ഫയലായിട്ട് ചെയ്യുക, ചാപ്റ്റർ 3 അടുത്ത ഫയൽ, ചാപ്റ്റർ 4 അടുത്ത ഫയൽ, പിന്നെ സൈറ്റേഷൻ, ഇതെല്ലാം ഓരോരോ ഫയലായിട്ട് ചെയ്യുക. അല്ലാണ്ട് എല്ലാം കൂടി ഒരൊറ്റ വേർഡ് ഫയലാക്കിയിട്ട് അല്ലെങ്കിൽ 50 പേജ് വരുന്ന ഒരു വേർഡ് ഫയൽ അല്ലെങ്കിൽ 25 പേജ് വരുന്ന ഒരു വേർഡ് ഫയലാക്കി വെക്കാതെ എല്ലാ ചാപ്റ്റേഴ്സും ഓരോരോ വേർഡ് ഫയലായിട്ട് എടുക്കുക. അതാണ് നിങ്ങൾക്ക് എളുപ്പവും അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡും. സോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നുള്ള A to Z കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതിയാകും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.